നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞത് ഗ്രൂപ്പ് തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ. പകരം ചുമതല TJ ഐസക്കിന്. NSSനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. വിശ്വാസ പ്രശ്നത്തിൽ ഉറച്ച നിലപാടെന്ന് വ്യക്തമാക്കും. NSSുമായി അഭിപ്രായ ഭിന്നതയില്ല എന്ന് VD സതീശൻ. എല്ലാ കാലത്തും നല്ല സൗഹൃദമെന്ന് സണ്ണി ജോസഫ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ശക്തമായി നിലപാടെടുത്തത് തങ്ങളെന്ന് NSSനെ ഓർമ്മിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾ. പത്തനംതിട്ടയിൽ G സുകുമാരൻ നായർക്കെതിരെ ബാനർ. ഓപ്പറേഷൻ നുങ്കോ റെയ്ഡിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓണർ വാഹനം മൂവാറ്റുപുഴ സ്വദേശി മാഹീൻ അൻസാരിയുടേത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മാഹീന് കസ്റ്റംസ് സമൻസ്. ആഡംബര വാഹനക്കടത്തിൽ അമിത് ചക്കാലക്കലിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം. SIR നടപ്പാക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നീക്കം പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത് സംയുക്ത പാർലമെന്ററി യോഗത്തിൽ. CPI ജനറൽ സെക്രട്ടറിയായി D രാജ തുടരും. രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവിന് നിർവാഹക സമിതിയിൽ ധാരണ. തീരുമാനം കേരള ഘടകത്തിന്റെ എതിർപ്പ് മറികടന്ന്. 25ാം CPI പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനം. പാക് താരങ്ങൾക്കെതിരെ പരാതി നൽകി BCCI. ഏഷ്യാകപ്പ് മത്സരത്തിനിടെ രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്ന പരാതി. ഏഷ്യാകപ്പിൽ ഇന്ന് രാത്രി 8-ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട അപ്പച്ചൻ KPCC പ്രസിഡന്റിന് നൽകിയ കത്ത് അംഗീകരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും രാജിക്ക് കാരണമായി. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ്. രതീഷ്, ഗ്രൂപ്പ് തർക്കങ്ങളും വിവാദങ്ങൾക്കും ഒടുവിൽ ND അപ്പച്ചൻ രാജിവെച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വയനാട്ടിലെ സംഘടനാ പ്രതിസന്ധികളെ തുടർന്ന് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം KPCC പ്രസിഡന്റിനാണ് തന്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജിക്കത്ത് നൽകിയത്. ഏതായാലും ഇത് KPCC സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതായാലും വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ വയനാട്ടിൽ കോൺഗ്രസിലുണ്ടായിരുന്നു. NM വിജയന്റെ ആത്മഹത്യ, അതോടൊപ്പം ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ, ഇത്തരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങളെല്ലാം തന്നെയാണ് ND അപ്പച്ചന്റെ സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെ ചൊടിപ്പിച്ചതും അദ്ദേഹത്തിന് വിനയായി. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടികളൊന്നും തന്നെ പാർട്ടി അറിയുന്നില്ലെന്ന് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രിയങ്ക ഗാന്ധി വളരെ ശുഭിതനായിക്കൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ND അപ്പച്ചനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് തന്നെ ഈ സ്ഥാനത്ത് നിന്ന് പുനഃസംഘടനയുടെ ഭാഗമായി തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ രാജിക്കത്ത് KPCC സ്വീകരിച്ചിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ പ്രതിസന്ധി വയനാട്ടിൽ നിലനിന്നിരുന്നു കോൺഗ്രസിനുള്ളിൽ. ആ പ്രതിസന്ധികൾക്ക് അയവ് വരുത്തുന്നതിന് വേണ്ടി തന്നെ KPCC നേതൃത്വം നേരത്തെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ രാജി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇത് തിരികൊളുത്തും ഗ്രൂപ്പ് പോരുകൾക്കും മറ്റ് തർക്കങ്ങൾക്കൊക്കെ തന്നെ കാരണമാകും. എന്നാൽ പുതിയൊരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി KPCC വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ വലിയ രീതിയിൽ സംഘടന വളരെ പ്രതികൂലമായി തന്നെ ദുർബലമായി നിൽക്കുന്ന വയനാട്ടിലെ പ്രതിസന്ധി DCC പ്രസിഡന്റ് രാജിവെച്ചതിലൂടെ തന്നെ വീണ്ടും വർദ്ധിക്കുകയാണ്. ശരി രതീഷ്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രതീഷ് കുഞ്ചത്തൂർ. ഇടതുപക്ഷത്തോടടുക്കുന്ന NSS നിലപാടിൽ സൂക്ഷ്മതയോടെ ഇടപെടാൻ KPCC നേതൃത്വം. പെരുന്നയിലെത്തി കൂടിക്കാഴ്ച നടത്താനാണ് തയ്യാറെടുക്കുന്നത്. ശബരിമല വിഷയത്തിൽ കേസുകൾ പിൻവലിക്കാത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടും. ആചാര സംരക്ഷണത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾക്ക് കൂടുതൽ പ്രചാരണം നൽകും. അയ്യപ്പ സംഗമത്തിനു ശേഷം NSSന്റെ നിലപാട് മാറ്റത്തിൽ അമ്പരന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. യുവതീ പ്രവേശന സമയം മുതൽ ഇടതുപക്ഷത്തോടുള്ള പ്രതിഷേധം പരസ്യമാക്കിയ NSS പക്ഷേ സമദൂര നിലപാടിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ സമദൂരം വിട്ട് ഇടതിലേക്ക് ശരിദൂരം സ്വീകരിക്കുന്ന NSSന്റെ സമീപനം കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ്. അതിനാൽ പെരുന്നയിലെത്തി കൂടിക്കാഴ്ച നടത്താനാണ് KPCC നേതൃത്വം തയ്യാറെടുക്കുന്നത്.
രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ G സുകുമാരൻ നായരുമായി അനുനയ നീക്കത്തിന് ശ്രമിക്കുകയാണ്. ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ NSS പ്രതിനിധി സഭ ചേരും. യോഗത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെരുന്നയിൽ നിന്നുള്ള നീക്കത്തെ കരുതലോടെ വീക്ഷിക്കുകയാണ് കോൺഗ്രസ്. യുവതീ പ്രവേശന സമയത്തെ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പ് കോൺഗ്രസ് തുറന്നുകാട്ടും. ആചാര സംരക്ഷണത്തിൽ കോൺഗ്രസിന്റേത് ഉറച്ച നിലപാടാണെന്ന് ബോധ്യപ്പെടുത്തും. NSSനെ വിമർശിക്കരുതെന്നും ജാഗ്രതയോടെ പ്രതികരിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയ്യപ്പസംഗമത്തിൽ NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾക്ക് അവരുടെ തീരുമാനമെടുക്കാമെന്നും അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ഭക്തനായി അഭിനയിച്ചു. ആചാരലംഘനത്തെ നവോത്ഥാനം എന്നാണ് ആദ്യം പറഞ്ഞത്. ആ നിലപാടിൽ മാറ്റമുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സമുദായ സംഘടനകൾ, NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനമെടുക്കാം. അദ്ദേഹം പറഞ്ഞല്ലോ, സമദൂര സിദ്ധാന്തത്തിൽ ഒരു മാറ്റവും ഇല്ല. സമദൂര സിദ്ധാന്തമാണ് അവരെടുക്കുന്നതെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് എന്താ ബന്ധം? തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴുള്ള നിലപാടാണ്. ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് ആചാര മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസും നേതാക്കളും വിശ്വാസികളാണ്. കോൺഗ്രസിന് NSSുമായി എല്ലാ കാലത്തും നല്ല സൗഹൃദമാണ്. സുകുമാരൻ നായരെ കാണുമോ എന്നതിനോട് KPCC പ്രസിഡന്റ് പ്രതികരിച്ചില്ല. ശബരിമല വിഷയത്തിൽ അവര് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായില്ല. ഇപ്പോൾ അവര് നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും UDFും അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. NSSുമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണുള്ളത്. ഒരിക്കലും വർഗീയതയോട് ചേരാത്ത ആളാണ് സുകുമാരൻ നായരെന്നും അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. UDF ന്യൂനപക്ഷത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കും. മുന്നാക്ക ക്ഷേമ കമ്മീഷൻ രൂപീകരിച്ചതും മന്നം ജയന്തിക്ക് അവധി കൊടുത്തതും UDF ആണെന്നും മന്നം ജയന്തി ദിനത്തിൽ യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തെത്തിച്ചത് LDF സർക്കാരാണെന്നും K മുരളീധരൻ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ നയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തി. സുകുമാരൻ നായരെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിനെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു വിഷയം, ഒരിക്കലും വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം. കാരണം ഒരു മുന്നോക്ക സമുദായത്തിന്റെ സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ BJPക്കാർ പലപ്പോഴും ശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്ത് നിന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. ആ ബഹുമാനം ഞങ്ങൾ അദ്ദേഹത്തിന് എന്നും നൽകും. അത് NSS കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുകുമാരൻ നായർ എടുക്കുന്ന ആ തീരുമാനം, വർഗീയതയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിനെ, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നുണ്ട്. NSSുമായി ഒരു തർക്കത്തിനുമില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. NSSുമായി യാതൊരു പ്രശ്നവുമില്ല. വിശ്വാസ സംരക്ഷണത്തിൽ NSSുമായി യോജിച്ചാണ് പ്രവർത്തിച്ചത്. സർക്കാരാണ് U-ടേൺ എടുത്തതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ആണല്ലോ അല്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് അവർക്കെതിരായിട്ടുള്ള കേസ് വിഡ്രോ ചെയ്യാത്തത്? അപ്പോൾ പുകമറ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ഗവൺമെൻറ്റാണ്. ഞങ്ങൾക്ക് പുകമറയുടെ പ്രശ്നമില്ല. മൂന്നാമത്തെ പ്രശ്നം, ഞങ്ങൾക്ക് നായർ സർവീസ് സൊസൈറ്റിയായിട്ട് ഒരു തർക്കവും ഇല്ല. വിശ്വാസ സംരക്ഷണത്തിൽ ഒരുമിച്ചല്ലേ, ഞങ്ങൾക്ക് ഒരു തർക്കത്തിൻ്റെ പ്രശ്നമേ ഇല്ല. പക്ഷേ ഗവൺമെൻറ് ഇതിനിടയിൽ അവരാണ് സത്യം പറഞ്ഞാൽ പണ്ട് നിന്നിടത്ത് നിന്ന് U-ടേൺ മറിഞ്ഞ് താഴോട്ട് വന്നിരുന്നത് അവരാണെന്നുള്ളത് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ശബരിമലയിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ബഹുമാനിക്കുന്നുവെന്നും ആവശ്യമെങ്കിൽ NSSുമായി സംസാരിക്കുമെന്നും സുരേഷ് പറഞ്ഞു. ശബരിമല വിഷയത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമം വിശ്വാസികളുടെ മഹത്തായിട്ടുള്ള സംഗമം, ആ വിശ്വാസികളുടെ മഹത്തായ സംഗമത്തിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള വിവിധ നേതാക്കന്മാർ പങ്കെടുത്തു, സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു. ശരണം വിളിയാൽ മുഖരിതമായിട്ടുള്ള ആധ്യാത്മികവും അതോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രവുമായിട്ടുള്ളൊരു സമ്മേളനമായിരുന്നു പന്തളത്ത് നടന്നത്. ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാ സാമുദായിക സംഘടനകൾക്കും എല്ലാ മതസംഘടനകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ വ്യക്തികൾക്കും
അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ബാനർ. പത്തനംതിട്ട വെട്ടിപ്രം കരയോഗ കെട്ടിടത്തിന് മുൻപിലാണ് ബാനർ കെട്ടിയത്. കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി സുകുമാരൻ നായർ മാറിയെന്നാണ് ബാനറിലെ പരാമർശം. സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടെന്നും ബാനറിൽ സൂചിപ്പിക്കുന്നു. സുകുമാരൻ നായർക്കെതിരെ യോഗക്ഷേമ സഭാ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. ശബരിമല വിഷയത്തിലെ NSS നിലപാട് സുകുമാരൻ നായരുടെ അഭിപ്രായമായി മാത്രമാണ് കാണുന്നത്. അങ്ങനെയൊരു നിലപാടെടുത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വിശ്വാസികളെ സംബന്ധിച്ച് ശബരിമല അവരുടെ വിഷയമാണെന്നും അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. NSSന്റെ നിലപാട് മാറ്റത്തെ അല്ലെങ്കിൽ സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുള്ളൂ. രണ്ടാമത് ശബരിമലയുമായി ഈ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ഇത് ഒരുപാട് ഭക്തജനങ്ങളുള്ള ഒരു സമൂഹമല്ലേ. അതിപ്പം NSSൻ്റെതായാലും SNDPയുടേതായാലും ഭക്തജന സമൂഹത്തിൻ്റെ അഭിപ്രായമായിട്ട് കരുതുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത് എന്താണത് അങ്ങനെ പറഞ്ഞൊരു നിലപാടെന്ന് പിടികിട്ടുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിന് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമായിട്ടേ കാണാൻ കഴിയുന്നു. ഓപ്പറേഷൻ മുഖോറിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓണർ വാഹനം മലയാളികളുടേതെന്ന സംശയം. അസം സ്വദേശി മാഹിൻ അൻസാരി എന്നായിരുന്നു RC ബുക്കിലെ മേൽവിലാസം. എന്നാൽ വ്യാജ മേൽവിലാസം നൽകി വാഹനമിറക്കിയത് മൂവാറ്റുപുഴ സ്വദേശി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഓപ്പറേഷന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകൾ നടത്താനാണ് കസ്റ്റംസ് തീരുമാനം. കൊച്ചി കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നും പിടിച്ചെടുത്ത വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ പരിശോധിച്ചതിൽ നിന്നാണ് അസം സ്വദേശി മാഹിൻ അൻസാരി എന്ന പേര് കസ്റ്റംസിന് ലഭിച്ചത്. എന്നാൽ വാഹനം ഇറക്കിയത് മൂവാറ്റുപുഴ സ്വദേശി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇയാളെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കസ്റ്റംസ്. അസമിൽ ഇതേ പേരിലും മേൽവിലാസത്തിലും മറ്റൊരാൾ ഉണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. 2 ആഴ്ച മുൻപാണ് വാഹനം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. ഇവിടെ നിറമാറ്റം വരുത്താനായിരുന്നു നീക്കം. അതേസമയം ഓപ്പറേഷൻ മുഖോറുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ തുടരുകയാണ്. 150ഓളം വാഹനങ്ങളിൽ ഇതുവരെ 38 എണ്ണം പിടിച്ചെടുത്തു. ദുൽഖർ സൽമാൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ദുൽഖറിന്റേതെന്ന് കരുതുന്ന 2 കാറുകൾക്കായി തെരച്ചിൽ തുടരുകയാണ്. അമിത് ചക്കാലക്കലിന് കോയമ്പത്തൂരിലെ വാഹന മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. രാജ്യവ്യാപകമായി SIR നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് ചർച്ച നടത്തുന്നത്. നിയമ പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ നടത്തിയതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും നടത്താനാണ് നീക്കം. SIR നടപ്പിലാക്കുന്നത് തടയാനാവില്ലെന്ന് സുപ്രീം കോടതി കൂടി നിലപാടെടുത്തതോടെയാണ് നടപടികളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത്. എന്നാൽ രാജ്യവ്യാപക SIRലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത്. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരുന്നു. ഇതേ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ യോഗം ചേരാനാണ് നീക്കം. പോണ്ടിച്ചേരിയിൽ ഇതിനോടകം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായിട്ടുണ്ട്. പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ബീഹാറിൽ SIRുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെങ്കിലും ജൂണിൽ തുടങ്ങിയ നടപടികൾ 6 മാസമാണ് നീണ്ടുപോയത്. ജനുവരിയിൽ നടപടി പൂർത്തിയാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ എതിർപ്പുകൾ വന്നാൽ കമ്മീഷൻ ഉദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്ത് SIR നടപടികളുമായി മുന്നോട്ടു പോകാൻ കമ്മീഷൻ തീരുമാനിച്ചത്. SIR നടപ്പിലാക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമവായ നീക്കം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത സംയുക്ത പാർലമെന്ററി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക സാഹചര്യങ്ങൾ കൂടി കണക്കിലാക്കുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നല്ലതാണെന്നാണ് കമ്മീഷൻ യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CPI 25-ാം പാർട്ടി കോൺഗ്രസ് ഇന്ന് സമാപിക്കും. ജനറൽ സെക്രട്ടറിയായി D. രാജ തുടരാനാണ് സാധ്യത. രാജയ്ക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. കേരള ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. സെൻട്രൽ സെക്രട്ടേറിയറ്റിലേക്ക് ബിനോയ് വിശ്വത്തിന് പുറമെ രാജ്യസഭാ MP P. സന്തോഷ് കുമാറും എത്തിയേക്കും. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് നേതൃത്വം ഇന്ന് മറുപടി പറയും. പ്രായപരിധി കർശനമായി പാലിക്കണമെന്ന് കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടുവെങ്കിലും രാജയ്ക്ക് ഇളവ് നൽകാൻ തന്നെയാണ് തീരുമാനം. ATUC
നേതാവ് അമർജിത് കൗറിനെ സെക്രട്ടറിയാക്കുന്നതിനെതിരെ ചില സംസ്ഥാനങ്ങൾ നിലപാട് സ്വീകരിച്ചതും രാജയ്ക്ക് തുണയായി. ഈ ഘട്ടത്തിൽ രാജയെ മാറ്റുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ചില നേതാക്കൾ യോഗത്തെ അറിയിച്ചു. ലഡാക്കിലെ സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സംഘർഷമുണ്ടാക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടന്നുവെന്ന് മന്ത്രാലയം പറയുന്നു. ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കാണ് ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയെന്ന് കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. അറബ് വസന്തവും നേപ്പാളിലെ ജെൻസി പ്രതിഷേധവും ഉയർത്തി വാങ്ചുക് നടത്തിയ പരാമർശങ്ങളാണ് സംഘർഷത്തിന് കാരണം. ആത്മരക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചതെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം അക്രമികൾ ലക്ഷ്യമിട്ടത് ലഡാക്ക് ഹിൽസ് സെക്രട്ടേറിയറ്റ് ആണെന്നാണ് വിവരം. കെട്ടിടം പൂർണ്ണമായി കത്തിക്കാനായിരുന്നു നീക്കം. സംഘർഷത്തിൽ കോൺഗ്രസ് കൗൺസിലർ PS സെപാക്കിനെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഘർഷം തുടങ്ങിവെച്ചത് സെപാക്കാണെന്ന് BJP ആരോപിച്ചിരുന്നു. ആയുധങ്ങളുമായി സെപാക് നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. നിലവിൽ സ്ഥിതി ശാന്തമാണെങ്കിലും പ്രദേശത്തിന്റെ നിയന്ത്രണം സുരക്ഷാസേന ഏറ്റെടുത്തിട്ടുണ്ട്. തൃശൂർ പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും. സുപ്രധാന തീരുമാനവുമായി ഹൈക്കോടതി. മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞതിൽ ജില്ലാ കളക്ടർ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നതുപോലെ പലയിടത്തും സാധ്യതയുണ്ടെന്നാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് ഹർജി പരിഗണിച്ച കോടതി ടോൾ പിരിവ് തൽക്കാലം പുനരാരംഭിക്കേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജി ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് ഒരു മാസം മുമ്പാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. ജനവികാരത്തിനൊപ്പമാണ് കോടതിയെന്ന് പാലിയേക്കരയിലെ പരാതിക്കാരിൽ ഒരാളായ ഷാജി കോടങ്ങണ്ടത്തിൽ പ്രതികരിച്ചു. ടോൾ പുനഃസ്ഥാപിച്ചാൽ 50% മാത്രം ഈടാക്കാനേ അനുവാദം നൽകാവൂവെന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ പറഞ്ഞു. കളക്ടർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതുവരെ പാലിച്ചിട്ടില്ല. ഈ സർവീസ് റോഡിന്റെ സൈഡിൽ അവർ ട്രഞ്ച് എടുത്തിട്ട് വലിയ കുഴിയാകുമ്പോൾ സർവീസ് റോഡ് ഇടിയാണ് ചെയ്യുന്നത്. അതിന് സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം പാലിച്ചിട്ടില്ല. ജനങ്ങൾക്ക് സുഗമമായി ഗതാഗതം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ടോൾ പിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ള വെഹിക്കുലർ അണ്ടർപാസേജിന്റെ പണി പൂർത്തീകരിക്കണവരെ ടോൾ പിരിവ് നിർത്തണം. വെഹിക്കുലർ അണ്ടർപാസിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ. ഇനി ഏതെങ്കിലും രീതിയിൽ ടോൾ പിരിവ് മരവിപ്പിച്ച് ഉത്തരവ് മാറ്റാണെങ്കിൽ തന്നെ 50% ടോൾ ഇവർക്ക് പിരിക്കാൻ അർഹതയുള്ളൂ. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല. മാസങ്ങളോളമായി കടുത്ത ഗതാഗതക്കുരുക്കിനെ തുടർന്ന് യാത്രികർ ദുരിതത്തിലാണ്. സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാനഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. ലൈംഗിക അതിക്രമ കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ പാലക്കാടേക്കുള്ള തിരിച്ചുവരവ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയോടെ. MLA എന്ന നിലയിൽ രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് KPCC നേതൃത്വം DCCയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പേരിന് പുറത്താക്കുകയും സംരക്ഷണ വലയം തീർക്കുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. 38 ദിവസത്തിന് ശേഷം ഇന്നലെ പാലക്കാട് മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ തന്നെ തുടരാനാണ് തീരുമാനം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KPCC സെക്രട്ടറി MP VK ശ്രീകണ്ഠൻ തുടങ്ങിയവരെ അറിയിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തിയത്. MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട പിന്തുണ നൽകാൻ KPCC നേതൃത്വം നിർദ്ദേശം നൽകിയതായി DCC പ്രസിഡന്റ് തങ്കപ്പൻ സ്ഥിരീകരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിന് പുറത്താകുകയും പുറമെ സംരക്ഷണം തീർക്കുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും VD സതീശന്റെ വാക്കിന് ആരും വില കൽപ്പിക്കുന്നില്ല എന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും പറഞ്ഞു. രാഹുലിന്റെ കാര്യത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നിലപാട് ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. രാഹുലിനെതിരെ നടപടി നിലനിൽക്കുകയാണെങ്കിലും മുന്നിൽ കണ്ടാൽ മിണ്ടാതെ പോകാനാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. PJ പൗലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു. അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പാർട്ടിയിൽ നിന്ന്. ഇന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കാണാതെ പോവോ? വണ്ടി കയറി പോവോ? കാണാതെ പോവോ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? രാഹുൽ മണ്ഡലത്തിൽ പോകട്ടെ എന്നും ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് വരുമ്പോൾ നോക്കാമെന്നുമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രതികരണം. അത് MLA അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിന് തലയിടേണ്ട ആവശ്യമുണ്ട്. നിയമസഭയിലേക്ക് അധികം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിൽ MLA പോകരുതെന്നും പറയാൻ നിവൃത്തിയില്ല. അത് പോയിക്കോട്ടെ. അദ്ദേഹം ഔദ്യോഗിക പരിപാടിയൊന്നും വരെ പങ്കെടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിൽ MLAക്ക് സാധാരണ ഉണ്ടല്ലോ, ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ. ഇപ്പം അദ്ദേഹം MLA ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണം റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. അന്തരിച്ച KPCC സെക്രട്ടറി പൗലോസിന്റെ സംസ്കാര ചടങ്ങിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് മണ്ഡലത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും.
ആദ്യ ദിനം തുടർന്ന പ്രതിഷേധം BJPയും DYFIയും തുടരാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹൃദയത്തിലേക്ക് ആത്മചൈതന്യം പകരുന്ന സാന്ത്വനമാണ് അമ്മയെന്ന് മോഹൻലാൽ. മനുഷ്യ മനസ്സുകളെ അലട്ടുന്ന ആത്മസംഘർഷങ്ങൾക്കുള്ള ഉത്തരം അമ്മയുടെ പക്കലുണ്ട്. സ്നേഹാലിംഗനങ്ങളിലൂടെ സകലരുടെയും ദുഃഖങ്ങൾ അലിയിക്കുന്ന അമ്മയുമായി തനിക്കുള്ളത് പതിറ്റാണ്ടുകളുടെ ബന്ധമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. അമ്മ തന്നിലേക്ക് ആത്മചൈതന്യം പകരുന്നതായി പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മോഹൻലാൽ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു. ലോകത്തുള്ള എല്ലാവരെയും മക്കളായി കാണുന്ന അമ്മ, സ്നേഹാലിംഗനത്തിലൂടെ സകലരുടെയും ദുഃഖങ്ങൾക്ക് സാന്ത്വനം പകരുന്ന സ്നേഹനിധിയായ അമ്മ. മത അമൃതാനന്ദമയി അമ്മയെ അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? അമ്മയുമായി 5 പതിറ്റാണ്ടിലേറെയായി എനിക്ക് ആത്മബന്ധമുണ്ട്. മനുഷ്യ മനസ്സിനെ അലട്ടുന്ന സംശയങ്ങൾക്കും ആത്മസംഘർഷങ്ങൾക്കുമുള്ള ഉത്തരം എപ്പോഴും അമ്മയുടെ പക്കലുണ്ടാവും. ലോകം എമ്പാടുമുള്ള കോടിക്കണക്കിന് മക്കളിൽ ഒരാളായി എന്നെയും ചേർത്ത് പിടിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് അമ്മ പകരുന്ന സാന്ത്വനം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. പതിറ്റാണ്ടുകളുടെ ആത്മജ്ഞാനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട അമ്മയുടെ ചൈതന്യം എന്നിലേക്കും പകരുന്നതായി അനുഭവപ്പെടാറുണ്ട്. നമുക്കറിയാം എത്രയെത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മയുടെ നേതൃത്വത്തിൽ കാലങ്ങളായി നടത്തപ്പെടുന്നു. എത്രയേറെ ജീവിതങ്ങൾക്ക് താങ്ങും തണലും സാന്ത്വനവും അമ്മ നൽകി വരുന്നു. വ്യക്തിപരമായ ആഘോഷങ്ങളിൽ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല എങ്കിലും സെപ്റ്റംബർ 27 അമ്മയുടെ ജന്മദിനത്തിന് നമ്മൾ മക്കൾക്ക് അതൊരാഘോഷം തന്നെയാണ്. അമ്മയുടെ സ്നേഹവും കാരുണ്യവും എന്നും ഈ ലോകം മുഴുവൻ നിറയട്ടെ. നമഃശിവായ. അമ്മയ്ക്ക് ഈ മകൻ്റെ പിറന്നാൾ ദിനാശംസകൾ. കോട്ടയം പുലരിക്കുന്നിലൊരു മാതൃകാ കൃഷിത്തോട്ടമുണ്ട്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഭൂമിയിലെ ഈ മനോഹര കൃഷിത്തോട്ടം ഒരുക്കിയത് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭക്തരായ ഏതാനും പേരാണ്. റിട്ടയർഡ് ബാങ്ക് മാനേജറായ മോഹനൻ N സജീവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കൃഷിയെ ഇവർ കാണുന്നത് സേവനവും അതിലുപരി ആരാധനയുമായിട്ടാണ്. ഏറെക്കാലം തരിശായി കിടന്ന ചെങ്കുത്തായ കുന്നിൻ പ്രദേശം തട്ടുതട്ടുകളായി തിരിച്ച് മനോഹരമായ ഒരു കൃഷിഭൂമിയാക്കി മാറ്റിയതിന് പിന്നിൽ കഠിനാധ്വാനത്തിന്റെ ഒരു വലിയ കഥയുണ്ട്. കാടുപിടിച്ച് കിടന്ന ഭൂമിയിൽ ഇന്ന് വാഴയും ചേനയും ചേമ്പും കപ്പയും അടക്കം നിരവധി വിളകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ കൃഷിക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പുല്ലരിക്കുന്ന് മഠത്തിലെ സജീവ പ്രവർത്തകനായ മോഹനൻ N സജീവ് എന്ന റിട്ടയർഡ് ബാങ്ക് മാനേജരാണ്. കൃഷിയിൽ ഒരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിൽ മഠത്തിന്റെ 4.5 ഏക്കറോളം ഭൂമി ഇന്ന് മികച്ച ഒരു സമ്മിശ്ര കൃഷിഭൂമിയായി മാറി. പുല്ല് പിടിച്ചും കാട് കയറിയും പിന്നെ കുറച്ച് സ്ഥലം മറ്റു വീട്ടുകാർ എന്നെ അനുപ്പെടുത്തി അവർ വിളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെയാണ് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാനിവിടെ കൃഷി വ്യക്തമായിട്ട് അറിയില്ല, എങ്കിലും ഞാൻ തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അമ്മ അത് അനുഗ്രഹം തോന്നും തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്മയുടെ കൃപ കൊണ്ട് കൃഷി തുടങ്ങിയത്. അമ്മയുടെ സങ്കല്പം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ കൃഷി നടക്കുന്നു. വിവിധ ഇനങ്ങളിലായി ആയിരക്കണക്കിന് വാഴകളും അതോടൊപ്പം പപ്പായയും കപ്പയും ചേനയും ചേമ്പും ഓരോ സീസണിനും അനുസരിച്ച് വിവിധ ഇനം പച്ചക്കറികളുമൊക്കെ ഇവിടെ നട്ടുപരിപാലിച്ചു വരുന്നുണ്ട്. കൃഷിയിൽ മോഹനൻ N സജീവ് എന്ന സജിക്ക് സഹായവുമായി ആശ്രമത്തിലെ സജീവ പ്രവർത്തകരായ നിരവധി പേരും കൂടെയുണ്ട്. മാസത്തിൽ 2 തവണ വിളവെടുപ്പ് നടത്തും. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊല്ലം അമൃതപുരി ആശ്രമത്തിലേക്കാണ് അയക്കുക. നല്ല ടീം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. നല്ല ടീമുകളും വളരെ ആസ്വദിച്ചാണ് ഇവിടെ ഈ സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. അവരുടെ മാനസികവും ശാരീരികവുമായ വളരെ ഉല്ലാസത്തോടു കൂടി ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഈ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അമ്മയുടെ മക്കൾ എന്നുള്ള ആ ഒരു സങ്കല്പം ഉള്ളിൽ സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഈ സേവന പ്രവർത്തനങ്ങളിൽ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇവർ തോട്ടത്തിലെത്തും. ഓരോ വിളകൾക്കും വേണ്ട പരിചരണം ഉറപ്പാക്കും. കൃഷിയെ ഒരു ആരാധനയായും ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനുള്ള മാർഗമായും കൂടിയാണ് ഇവർ കാണുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ഏഷ്യ കപ്പ് സൂപ്പർ 4 മത്സരത്തിനിടെ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ
ഹാരിസ് റൌഫിനും സായിബ്സാദ ഫർഹാനുമെതിരെ ICCക്ക് ഔദ്യോഗികമായി പരാതി നൽകി BCCI. ബുധനാഴ്ചയാണ് BCCI പരാതി അയച്ചത്. പരാതി ലഭിച്ചതായി ICC സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. ഏഷ്യാ കപ്പിൽ ഇന്ത്യക്കെതിരായ സൂപ്പർ 4 മത്സരത്തിനിടെയായിരുന്നു പാക് താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ആരാധകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആംഗ്യങ്ങളുണ്ടായത്. രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഏറ്റുമുട്ടും. ഈ മത്സരത്തിൽ ജയിക്കുന്നവർ ഫൈനലിൽ ഇന്ത്യയെയാണ് നേരിടുക. ദുബായിൽ രാത്രി 8 മണിക്കാണ് മത്സരം തുടങ്ങുക. ഇരു ടീമുകളും ഇത്തവണ ഏഷ്യാ കപ്പിൽ ആദ്യമായിട്ടാണ് നേർക്കുനേർ വരുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.